ഹായ് മച്ചാരെ, പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മച്ചാരെ, ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ നമ്മൾ ഓൾ കേരള സൈക്കിൾ നാളെയാണ് നമ്മൾ ഇറങ്ങാൻ പോണത്. അപ്പോൾ ഇന്നാണ് നമ്മളെ ലഗേജ് കാര്യങ്ങളെല്ലാം നമ്മൾ സൈക്കിളിൽ സെറ്റ് ചെയ്യാൻ പോവാണ്. നമുക്ക് എന്തായാലും നേരെ വീഡിയോ. അപ്പോൾ മച്ചാരെ, ഇതാണ് നമ്മൾ ട്രിപ്പിന് കൊണ്ടുപോകാൻ പോകുന്ന ബാഗ്. നമ്മൾ ഓൾറെഡി നമ്മളിത് റിവ്യൂ വീഡിയോ നമ്മൾ ഇട്ടതാണ്. അപ്പോൾ ഇതിൽ അത്യാവശ്യം സാധനങ്ങളൊക്കെ നമുക്കിതിൽ വെക്കാനൊക്കെ പറ്റുമെന്ന് തോന്നുന്നത്. നോക്കി നോക്കാം. അപ്പോൾ നമ്മൾ 2 ബാഗ് എടുക്കുന്നുണ്ട്. ചിലപ്പോൾ ഒന്നും നമുക്ക് പറ്റിയില്ലെങ്കിൽ ഒന്നിലും കൂടി ഒന്ന് ഫുള്ള് നിറച്ചിട്ട് കൊണ്ടുപോകാമല്ലോ, അതിനാണ്. അപ്പോൾ ഒരു ബാഗ് നമ്മൾ നോക്കി വെക്കും ആദ്യം. ഇത് പറ്റിയില്ലെങ്കിൽ 2ഉം കൂടി എടുക്കാനാണ് നമ്മൾ പ്ലാൻ വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം എത്ര സാധനങ്ങളതിൽ കൊള്ളുന്നു. അപ്പോൾ നമുക്ക് കുറച്ച് ഡ്രസ്സ് കാര്യങ്ങൾ, ഇതൊക്കെ നമ്മൾ സൈക്ലിങ്ങിന് ഡ്രസ്സാണ്. ഇതെടുത്തില്ല, ഇന്ന് നമുക്ക് പോകുമ്പോൾ നമുക്ക് ഇടാനുള്ള ജേഴ്സിയാണ് ഉള്ളത്. അപ്പോൾ നമുക്കിനി കുറച്ച് സൈക്ലിങ്ങിന് ഇടുന്ന ഡ്രസ്സ് തന്നെ നമുക്ക് ജേഴ്സി കാര്യങ്ങളൊക്കെ നമുക്ക് മടക്കിയെടുത്ത് നമുക്ക് ബാഗിൽ വെക്കാം. അങ്ങനെ കുറച്ച് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ. ഇത് നമ്മളെ കൽപ്പറ്റ റൈസിനുണ്ടായ ഒരു ജേഴ്സിയാണ്. ഈ ജേഴ്സി നമ്മൾ എടുക്കുന്നുണ്ട്. ഇതിലായതുകൊണ്ട്, ഇതിൻ്റെ സിബ് ആയതുകൊണ്ട് കുറച്ചും കൂടി എളുപ്പമല്ല ഇതാണ് ജേഴ്സി. അപ്പം അങ്ങനെ കുറച്ച് ഡ്രസ്സ്, ഷോർട്ട്സ്, ഒരു പാൻറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെയാണ് നമ്മൾ ഡ്രസ്സിൽ ആയിട്ട് എടുത്തുള്ളത്. ഒരു പാൻറ്റ്, അത് ചിലപ്പോൾ നമുക്ക് ഏതെങ്കിലും ടൂറിസ്റ്റ് പ്ലേസോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ ഒരു പാൻറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ ബനിയന്, പിന്നെ നമ്മൾ സൈക്ലിങ്ങിൻ്റെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എടുത്തുള്ളത്. പിന്നെ ഇതൊക്കെ ഒന്ന് ഫില്ലാക്കിയിട്ട് അടുത്ത നമുക്ക് കുറച്ച് സാധനങ്ങൾ നമുക്കിനി ഫില്ലാക്കാം. പിന്നെ നമ്മളൊരു ജാക്കറ്റ് എടുത്തിട്ടുണ്ട്. നമുക്ക് അഥവാ ഏതെങ്കിലും സ്ഥലത്ത് നല്ല തണുപ്പായ അവിടെ ഇടാനാണ്. നമ്മൾ പിന്നെ ടെൻറ്റിൽ നമ്മൾ ഒരു ബെഡ്ഷീറ്റോ പുതപ്പോ കാര്യങ്ങളൊന്നും എടുക്കില്ല. നമ്മളെ വയനാട്ടിലിപ്പോൾ നല്ല തണുപ്പാണ്, പക്ഷേ പുറത്തുള്ള സ്ഥലത്ത് എങ്ങനെയാണ് നമുക്കറിയില്ല. അപ്പം അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ നോക്കുന്നത്. പിന്നെ ഒരു തോർത്ത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ വരുന്നത് നമുക്ക് കുറച്ച് നമ്മൾ സൈക്ലിങ്ങിൻ്റെ ടൂൾസ് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇനി നമ്മളെ ബാഗിൽ ഫിറ്റാക്കാനുള്ളത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ കുറച്ച് സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. നമ്മൾ കേബിള്, സൈക്കിളിൻ്റെ ബ്രേക്ക് കേബിള്, ഗിയറിൻ്റെ കേബിള്, അങ്ങനത്തെ കേബിള് 3 സെറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ കേബിള് പിന്നെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ വെക്കുന്നത്. പിന്നെ ഒരു ട്യൂബ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ റിവ്യൂ വീഡിയോ കാര്യങ്ങളെല്ലാം നമ്മൾ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു സോക്സ് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ സാധനങ്ങളും നമ്മൾ ആ ബാഗിൻ്റെ ഉള്ളിൽ നമ്മൾ നിറയ്ക്കാൻ പറ്റുമെന്നാണ് നമ്മൾ നോക്കുന്നത്. പിന്നെ ഒരു ചെയിൻ ലൂബ് എടുത്തിട്ടുണ്ട്. പിന്നെ 2 മൂവ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഒന്ന് നമ്മളടുത്ത് ഉണ്ടായതാണ്, അത് കുറച്ച് കാലി അയക്കണം, അപ്പോൾ ഒന്നുകൂടി നമ്മൾ വാങ്ങിയിട്ടുണ്ട്. പിന്നെ വരുന്ന ക്യാമറേൻ്റെ ഒരു മൗണ്ടാണ് വരുന്നത്. അത് നമ്മൾ ജസ്റ്റിലൊക്കെ വെച്ചിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയൊരു മൗണ്ടാണ് വരുന്നത്. നമ്മൾ ജസ്റ്റ് മൗണ്ട് ഉണ്ട്, എന്നാലും ഒരു മൗണ്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് വരുന്നത് നമ്മളെ സൈക്ലിങ്ങിൻ്റെ അത്യാവശ്യം ടൂൾസ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എടുത്തുള്ളത്. നമ്മളെ ടയർ ഊരാനും പഞ്ചറിൻ്റെ കിറ്റ് കാര്യങ്ങളൊക്കെയാണ് ആ ബാഗിലുള്ളത്. പിന്നെ ഈ കവറിൽ വരുന്നത് വെച്ചാൽ നമ്മൾ സൈക്കിളിൻ്റെ ലോക്ക്, പിന്നെ കൈ സ്ലീവ്, അതൊക്കെ ഉണ്ട്. ആ കൈ സ്ലീവൊക്കെ നമ്മൾ റൈഡ് പോകുമ്പോൾ തന്നെ ഇടും. തണുപ്പ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല. നമ്മൾ വെയിലത്താണ് മെയിനൊക്കെ ഇടാൻ നോക്കുന്നത്. പിന്നെ നമ്മളെ തലയണ ഉണ്ട്. അത് കാറ്റിൽ എയർ അടിച്ചിട്ട് വീർപ്പിക്കുന്ന ഒരു തലയണയാണ് വരുന്നത്. ഒരു തലയണ നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ വരുന്നത് നമ്മളെ ലോക്കൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ പെട്രോൾ പമ്പിൽ നമ്മളെ സൈക്കിൾ വെക്കാനുള്ള ഏതെങ്കിലും ഒരു കമ്പിയിലോ തൂണിലോ വെച്ചിട്ട് നമുക്കൊന്ന് ലോക്ക് ചെയ്ത് വെക്കാമല്ലോ. ഒരു ചെറിയ സേഫ്റ്റി ഉണ്ടാവും നമ്മളെ വണ്ടിക്ക്. അപ്പോൾ അതിനാണ് അങ്ങനെ ആക്കിയുള്ളത്. പിന്നെ നമ്മളെ സൈക്കിളിൻ്റെ ചെയിന്, ഫ്രീ വീല് കാര്യങ്ങളൊക്കെ നമ്മൾ ഇത് ഫുള്ള് നാശമായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ അത്യാവശ്യം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പുതിയ ഫ്രീ വീലും ചെയിന് കാര്യങ്ങളൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മളിനി അത് കയ്യിൽ വെച്ചിട്ടുണ്ട്. അഥവാ കംപ്ലയിൻറ്റ് എന്തെങ്കിലും വരികയാണെങ്കിൽ, പുതിയത് കംപ്ലയിൻറ്റ് വരികയാണെങ്കിൽ പഴയത് എടുത്തിട്ട് ഉപയോഗിക്കുക വെച്ചിട്ടാണ്. അപ്പോൾ ഇനിയും കുറച്ചും കൂടി ടൂൾസ് കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മളെ ബാഗിൽ വെക്കാനുണ്ട്. അപ്പോൾ അതിനൊക്കെ ഇതുണ്ടോ, കുറച്ച് ഫ്രീ വീല് കാര്യങ്ങളൊക്കെ ഒരു കവർ എടുത്ത് നമ്മൾ ആ സാധനങ്ങൾ ഫുള്ള് ഇട്ടിട്ടുണ്ട്. നമുക്കിതൊക്കെ ആ കവറിലിട്ടിട്ട് അങ്ങോട്ട് ബാഗിൽ അങ്ങോട്ട് വെക്കാം. എന്തെങ്കിലും അത്യാവശ്യ സൈക്കിൾ നന്നാക്കല്ല, അത്യാവശ്യ സാഹചര്യത്തിൽ നമുക്ക് ആ സാധനങ്ങളൊക്കെ എടുത്ത് അത്യാവശ്യം വണ്ടി എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ നന്നാക്കാനുള്ള ടൂൾസ് കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് പേടിക്കുക കാര്യങ്ങളൊന്നും വേണ്ട. പിന്നെ നോക്കി നോക്കുക എന്താ അവസ്ഥ എന്നൊന്നും നമുക്കറിയില്ല, എങ്ങനെയാണെന്നൊന്നും അറിയില്ല. അപ്പോൾ ഇപ്പോൾ സൈക്കിള് അത്യാവശ്യം നല്ല കണ്ടീഷനിലാണ് നമ്മൾ സൈക്കിള് കാര്യങ്ങളൊക്കെ ഉള്ളത്.
അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ സൈക്കിളിൻ്റെ ഇത് ബാക്കത്തെ ഹബ്ബ് ഒക്കെ നമ്മൾ റെഡി ആക്കിയിട്ട് വന്നു. ഹബ്ബിൻ്റെ ഉള്ളിലത്തെ ബോൾട്ട് കാര്യങ്ങളൊക്കെ മാറ്റി അതൊക്കെ റെഡി ആക്കിയിട്ട് നമ്മൾ വന്നേക്കാണ്. ഇപ്പോൾ വലിയ സീന് കാര്യങ്ങളൊന്നും നമ്മളെ സൈക്കിളിനില്ല. ഇപ്പോൾ ഈ ചെറിയ ടൂൾസ് കാര്യങ്ങളൊക്കെ നമ്മൾ ബാഗിൽ വെച്ചിട്ടുണ്ട്. എന്നാലും കുറച്ച് സാധനങ്ങൾ കൂടി നമ്മളെ ബാഗിൽ ഇനിയും കൊള്ളും. കുറച്ച് വലിയ ബാഗായത് കൊണ്ട് തന്നെ കുറച്ചുകൂടി സാധനങ്ങൾ നമുക്ക് ഇനി വെക്കാൻ പറ്റും. ഇപ്പോൾ ബാഗിൽ നമ്മൾ സാധനങ്ങളൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇപ്പോൾ വലിയ വെയിറ്റ് കാര്യങ്ങളൊന്നുമില്ല ബാഗ്. അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നമ്മൾ ഈ സാധനങ്ങളൊക്കെ വെച്ച് സൈക്കിൾ ചവിട്ടാനുള്ളതാണ്. അപ്പോൾ നമ്മൾ അത്ര ലഗേജ് കുറച്ചിട്ടാണ് നമുക്ക് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ ഇനി വരുന്നത് ഇത് ഫ്രണ്ടിൽ ഫ്രെയിമിൽ വെക്കുന്ന ഒരു ബാഗാണ്. അതിൽ നമ്മൾ ഒരു പവർ ബാങ്ക്, ആകെ നമ്മൾ ഒരു പവർ ബാങ്ക് ഉള്ളൂ. 20,000 mAh ഒരു പവർ ബാങ്കാണ് ഉള്ളത്. അപ്പോൾ ആ പവർ ബാങ്ക് നമ്മളൊന്ന് ഫ്രണ്ടിൽ നമ്മൾ ഈ ചെറിയൊരു ബാഗിൻ്റെ ഉള്ളിൽ വെക്കും. പിന്നെ നമുക്ക് സൈക്ലിങ് ചെയ്യുമ്പോഴൊക്കെ കുറച്ച് എനർജി കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് നമുക്ക് കുറച്ച് ബബിൾക്കോ മുട്ടായി കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ചെറിയ ടൂൾ കിറ്റ് നമ്മൾ അതിൻ്റെ ബാഗിൻ്റെ ഉള്ളിൽ തന്നെ വെക്കണേ. നമുക്ക് പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ഉള്ളിൽ വെക്കണേ. ബാഗിലൊക്കെയാണ് നമ്മൾ പിന്നെ എല്ലാ സാധനം അയച്ചിട്ട് എടുക്കണം. അതിനായിട്ട് ഈ ടൂളിൻ്റെ കിറ്റ് നമ്മൾ ഫ്രണ്ടിൽ വെച്ചേക്കാണ് പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ മുട്ടായി കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ക്യാമറ നമ്മൾ ആ ബാഗിൽ തന്നെയാണ് വെക്കുന്നത്. അതിനായിട്ട് കുറച്ച് സ്ഥലം വിട്ടിട്ടുണ്ട്. പിന്നെ നമ്മളൊരു ഗ്ലൂക്കോസ് പൊടി ORS നമ്മൾ വാങ്ങിയിട്ടുണ്ട്. ORS എനിക്ക് വലിയൊരു ടേസ്റ്റ് കാര്യങ്ങളൊന്നുമില്ല, എനർജിക്കാണ്. എന്നാലും ഒരു ബോട്ടിലൊക്കെ ഡെയിലി വെള്ളം കുടിക്കാൻ നല്ലതാണത്. നമ്മളെ ടെൻറ്റിന് നമ്മളെ സൈക്കിള് സെറ്റ് ചെയ്യണം. നമ്മൾ എല്ലാ ലഗേജ് കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റാക്കി. ഇനി നമ്മളെ സൈക്കിളിൽ സെറ്റാക്കണം. ആദ്യം തന്നെ നമ്മളെ ടെൻറ്റാണ് നമ്മളെ ഫ്രണ്ടിൽ, നമ്മളെ ഹാൻഡിലിൻ്റെ ഫ്രണ്ടിലായിട്ട് നമ്മളൊരു ക്ലാമ്പ് അടിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിലാണ് നമ്മളങ്ങനെ ഫിറ്റ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ബ്രേക്ക് പിടിക്കുമ്പോൾ കാര്യങ്ങളൊക്കെ നമുക്ക് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നണമെന്നില്ല, അഡ്ജസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ അങ്ങനെയാണ് നമ്മളാക്കിയത്. പിന്നെ നമ്മളൊരു ലൈറ്റ് നമ്മൾ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്. നൈറ്റ് എന്തായാലും ഓട്ടിക്കൊന്നുമില്ല. നമ്മൾ രാവിലെയൊക്കെ ആണെങ്കിൽ ഒരു 7 മണിക്കൊക്കെയാണ് നമ്മൾ രാവിലെ റൈഡ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ചെറിയൊരു ബാഗ് നമ്മൾ ഫ്രണ്ടിൽ നമ്മളെ ഫ്രെയിമിൻ്റെ ഇവിടെയാണ് വെക്കുന്നത്. ഇതൊക്കെ നമ്മൾ റൈഡ് ഇവിടെയൊക്കെ പുറത്തൊക്കെ പോകുമ്പോൾ നമ്മൾ ആ സാധനം വെച്ചിട്ടാണ് നമ്മൾ പോകൽ. ഇനി നമുക്ക് ബാക്കത്തെ ബാഗ് നമുക്ക് സൈക്കിളിൽ സെറ്റ് ചെയ്യാം. പിന്നെ അത്യാവശ്യം സാധനങ്ങളൊക്കെ നമ്മൾ ആ ബാഗിൽ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. നമ്മൾ ആ കാരിയർ ഉണ്ടാക്കുന്ന വീഡിയോ കാര്യങ്ങളൊക്കെ നമ്മളെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മളെ ബാഗ് കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് വെച്ച് ഒന്ന് സെറ്റാക്കുകയാണ്. അതിനായിട്ട് നമ്മളൊരു റബ്ബറിൻ്റെ ഒരു കയറുണ്ട്, അത് നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അത് വാങ്ങിയിട്ടാണ് നമ്മളപ്പോൾ അതിൽ സെറ്റ് ചെയ്യാൻ പോണത്. പിന്നെ നമ്മൾ സ്ലീപ്പിംഗ് നെറ്റ് നമ്മൾ ബാക്കിൽ വെച്ചിട്ടാണ് നമ്മൾ അത് വെച്ച് കെട്ടാൻ പോണത്. അപ്പോൾ ലഗേജ് കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റായി കൊടുക്കുകയാണ്. അപ്പോൾ നാളെ നമ്മൾ 17-ാം തീയതി രാവിലെ ഒരു 8 മണിക്കാണ് നമ്മളെ റൈഡ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഡെയിലി നമ്മൾ വീഡിയോസ് കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യും. നമ്മൾ രാത്രി ഒരു 5:45 നമ്മൾ വീഡിയോ കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ നമ്മളെ ലഗേജ് കാര്യങ്ങളൊക്കെ വണ്ടിയിൽ കെട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് കുറച്ചും കൂടി ഒരു പണിയുണ്ട്, അത് നമുക്ക് ചെയ്യണം. നമ്മൾ ടെൻറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ വണ്ടി ഒരു ചെറിയൊരു ലുക്കായിട്ടുണ്ട്, നമ്മളെ ട്രിപ്പിൻ്റെ ഒരു ഇതായിട്ടുണ്ട്. ലഗേജ് കാര്യങ്ങളൊക്കെ ഒന്ന് വീണ് പോകില്ല തോന്നണ്. നമ്മളങ്ങനെ സെറ്റാക്കിയില്ലത്. ഇനി അടുത്ത പണി വരും, നമ്മളെ ഓൾ കേരള സൈക്കിൾ റൈഡ് പറഞ്ഞൊരു ബോർഡുണ്ട്, നമ്മൾ അന്ന് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ബോർഡിന് ഫ്രണ്ടിലും ബാക്കിലായിട്ട് നമുക്ക് അത് വെച്ച് ഒന്ന് സെറ്റാക്കി കൊടുക്കണം. അപ്പോൾ ഫ്രണ്ടിൽ നമ്മളിപ്പോൾ ഒരു പിന്നെന്തെങ്കിലും വെച്ചിട്ടാണ് നമ്മൾ ആക്കുന്നത്. പിന്നെ ബാക്കിൽ നമ്മൾ വയറിൻ ടൈ വെച്ചിട്ടാണ് നമ്മൾ സെറ്റ് ആക്കുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ നമ്മൾ അങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ട്. ലൈറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മളെ ബാഗ് കാര്യങ്ങളൊക്കെ വെച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട്. കേരിയറിൽ നമ്മൾ പിന്നെയും കുറച്ചുകൂടി പണിയെടുത്തിട്ടുണ്ട്. ഒരു കമ്പി വെച്ചിട്ട് നമ്മളൊന്ന് സ്ട്രോങ് ആക്കിയിട്ടുണ്ട്. കണ്ടോ, ബാക്കിൽ നമ്മൾ ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സൈക്കിള് ഒരു ട്രിപ്പിന് പോകുമല്ലോ, സൈക്കിൾ ആക്കി നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ വീഡിയോയിലേക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ചെയ്ത് നാം മാത്രമേ നാടിൻ്റെ വീഡിയോയ്ക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അടുത്തൊരു നല്ല വീഡിയോ വീണ്ടും കാണാം.